ഇക്ക നമസ്കാരം. നമസ്കാരം. സ്ഥലത്തിൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഇത് എറണാകുളം ജില്ലയിൽ കാലടി 9-ാം വാർഡ് പനയാലി. പേര് AK മുഹമ്മദ്. മുഹമ്മദ്. ഇവിടെ എത്ര കാലമായി ഈ കൃഷി രംഗത്തേക്ക് വന്നിട്ട്? കൃഷി രംഗം കുഞ്ഞുനാൾ മുതൽ കൃഷി കുടുംബത്തിൽ പെട്ടതാണ്. പിന്നെ അതിൽ നിന്ന് ഞാൻ ദുറിയാനിലേക്ക് കോൺസെൻട്രേറ്റ് ആയിട്ട് കുറച്ച് നാളായുള്ളൂ. ഇപ്പോൾ ഈ മരം എന്ന് പറഞ്ഞാൽ ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പഴം വാങ്ങിച്ച് കൊണ്ടുവന്ന് അതിൻ്റെ കുരുവെടുത്ത് പാവിയിട്ട് 13 വർഷം കഴിഞ്ഞുള്ളത്. ഇതിന് എത്ര ഇഞ്ച് വണ്ണമുണ്ട്? ഇത് മരം തന്നെ പല ടൈപ്പ് ഇട്ടിട്ട് ദുറിയാൻ. ഇതിലിപ്പോൾ നമ്മൾ നമുക്ക് തുറന്നു നോക്കാം. ഇതിൽ പെട്ടെന്ന് വണ്ണം വയ്ക്കുന്നതും ഇത്രയും വണ്ണം വരാത്തതുണ്ട്. ഇതാ ഇതിപ്പോൾ 66 ഇഞ്ച് വണ്ണമുണ്ട്. 66 ഇഞ്ച് വണ്ണമുണ്ട്. 15 വർഷം പഴക്കമുണ്ട്. 14ാമത്തെ വർഷം അല്ലേ? നല്ല വളർച്ചയുണ്ടെന്ന് പറയാം അല്ലേ? സാധാരണ മരങ്ങൾ വളരുന്നേക്കാളും വളർച്ചയുണ്ട്. ദുറിയാൻ തന്നെ പല ടൈപ്പ് ഉണ്ട്. അതിൽ വളർച്ച കൂടിയ ഒരു മരമാണ്. ഇത് തന്നെ ഇതിന്റെ സീഡ് തൈ ആളുകൾ വാങ്ങിച്ചുകൊണ്ടുവന്നുണ്ട് ഏലത്തോട്ടത്തിൽ വെക്കാൻ വേണ്ടി. പിന്നെ ഈ മരത്തിന് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഗതിയിൽ ദുറിയാൻ വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് കായ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതും പല വട്ടം ഒരു 4 പ്രാവശ്യം വരെ കായ ഉണ്ടാവും. നിറച്ച് ഇതേക്കൂടെ കായ ഉണ്ടല്ലോ. 4 വട്ടം കായ ഉണ്ടാവും. 4 വട്ടം. ഇതിന്റെ അതായത് ഒരു പൂവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര നാൾ കഴിയുമ്പോഴത്തേനുമാണ് ഇത്? പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ 3 മാസം. പൂ വിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 മാസം കഴിയുന്നതിന് നമുക്ക് പറിക്കാറാവും. 4 മാസം. പൂ വിരിഞ്ഞ് പോളിനേഷൻ കഴിഞ്ഞാൽ പിന്നെ 3 മാസം മതി. 3 മാസം മതി അല്ലേ? ദുരിയാൻ എത്ര കിലോ വരെ തൂക്കം വരുന്നുണ്ട്? ദുരിയാൻ പല വിധത്തിലുള്ളതാണ്. ഞാൻ തന്നെ ഇത് മാത്രമല്ല വേറെ എൻ്റെ തോട്ടത്തിൽ വെക്കുന്നുണ്ട്. 4 ടൈപ്പ് ഞാൻ വെക്കുന്നുണ്ട്. ചെറുത് വളരെ മാങ്ങ പോലെ വളരെ ചെറുതും 12 കിലോ വരെയുള്ള ദുരിയാൻ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് ഈ മരത്തിന്റെ കൊണ്ട്, അതായത് ഈ ദുരിയാൻ കൊണ്ട് ചിപ്സ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ചിപ്സ് ആണല്ലേ? ഇത് ചിപ്സ് ഉണ്ടാക്കി എന്തേലും കിട്ടും? ഇത് ചിപ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അധികം കിട്ടത്തില്ലെങ്കിലും ഇത് വില വളരെ കൂടുതലാണ് മാർക്കറ്റിൽ. 5000 രൂപ മുകളിൽ വിലയുണ്ടല്ലോ ഒരു കിലോ ചിപ്സിന്. അതെ. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദുറിയാൻ ഇങ്ങനെ ഒരുപാട് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാർക്കറ്റ് കുറയുമെന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. ദുറിയാനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ഒന്നാണ്. എത്ര ഉണ്ടായാലും ആളുകൾ ഇതിനെക്കുറിച്ച് അറിയുകയും കൂടുതൽ ഡിമാൻഡ് വരികയും കേട്ടോ. നിലവിലിപ്പോൾ ലുലു മാർക്കറ്റിലാണ് ഉള്ളത്. 1000 രൂപ വരെ വിലയുണ്ട് കിലോന്. പിന്നെ വേൾഡ് മാർക്കറ്റിൽ ഇതിന് വില വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ നാട്ടിലേക്ക് ഇത് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് വില കുറയും എന്നുള്ളൊരു പേടിയുടെ ആവശ്യമില്ല. നമ്മൾ കേരളം മൊത്തം കൃഷി ചെയ്ത് കഴിഞ്ഞാലും ഇവിടുന്ന് ഈ സംഭവം മേടിക്കാൻ ആൾക്കാരുണ്ട്. ഇന്ത്യയിലാകെ 2% ഭൂമിയിൽ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ ദുറിയാൻ. ഇന്ത്യയിൽ വിൽക്കാൻ നമുക്ക് തികയത്തില്ല. എല്ലാത്തിലും ഉപരിയായിട്ട് നമുക്ക് ഇല്ലാത്തതാണ് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടമാണല്ലോ. അതിൽ ഭക്ഷണം നമുക്ക് ഇല്ലാത്തതാണ്. ഇപ്പോൾ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഞാൻ ഒരെണ്ണം കഴിക്കാറുണ്ട്. 1.5 കിലോ ശരാശരി വരുന്നതാണ് എൻ്റെ പഴം. അത് ഒരെണ്ണം മാക്സിമം ഒരെണ്ണം എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം വളരെ കുറച്ച് ഭക്ഷണം മതി. നല്ല എനർജറ്റിക് ആയിരിക്കും. 1.5 കിലോ എന്തൊരു ഫ്ലഷ് കാണും അതിൻ്റെ അകത്ത്? 1.5 കിലോയിൽ ഒരു 400 ഗ്രാം എടുത്തുള്ളൂ ഫ്രഷ് കാണുള്ളൂ. ദാറ്റ് ഇസ് ഈ ഐസ്ക്രീം പോലെ ഇരിക്കും. അതെ അല്ലേ? അത്ര ടേസ്റ്റ് ആണ്. കുരുവും അതിൻ്റെ തൊണ്ടെല്ലാം പോയി കഴിഞ്ഞു. മധുരമൊക്കെ ഉണ്ടല്ലേ? നല്ല മധുരം. അത് മധുരമുള്ള ഇനമാണെന്ന് മാത്രമല്ല പൊതുവിൽ മണം കുറഞ്ഞ ഇനം കൂടിയാണ്. സ്മെല്ല് കുറവാണല്ലേ? സ്മെല്ല് കുറവാണ്. പഴത്തിന് അതങ്ങനെ ഉള്ളിൽ നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ അങ്ങനെ സ്മെല്ലില്ലല്ലോ. പുറമേ അല്ലേ കേസിനല്ലേ? പോലും സ്മെല്ല് ഉണ്ടാവില്ല. ഒരു നേരിയ മണം മാത്രമേ ഉള്ളൂ. അതെ അല്ലേ? ഇത് പഴുത്ത് കഴിഞ്ഞത് മുകളിൽ താഴേക്ക് ഞെട്ടറ്റ് താഴേക്ക് പോരുവാണ് ചെയ്യുന്നത്. മൂപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനുള്ള ഇതായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് താഴേക്ക് വീഴും. താഴെ വീണ് കഴിഞ്ഞാൽ നമുക്കൊരു 4 ദിവസം 5 ദിവസം വരെ കീപ്പ് ചെയ്യാം. അത് കഴിയുമ്പോൾ അത് പൊട്ടും. ഇതിൻ്റെ ചോടൊക്കെ നന്നായിട്ട് തെളിച്ച് വൃത്തിയാക്കിയാണല്ലോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ പഴം വന്ന് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കരികില് അങ്ങനെ സംഭവങ്ങളൊന്നും കൂട്ടിയിടണ്ടല്ലേ? ഒന്നും കുഴപ്പമില്ല. ഇതിന്റെ പക്കുവേരല്ലേ ഈ വന്നാക്കുന്നേ? പക്കുവേരാണ്. നല്ല പക്കുവേരുള്ള മരമാണ്. കാറ്റത്തൊന്നും പെട്ടെന്ന് ഒടിയത്തില്ല. കാറ്റത്തങ്ങ് പെടരത്തോ അങ്ങനെയൊന്നും ഇല്ല. അതുപോലെ തന്നെ ഈ മരത്തിനാണെങ്കിലും നമ്മൾ വെട്ടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിലേക്ക് വേറെ നല്ല വില കിട്ടുന്നതാണ്. ഫർണിച്ചറൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അല്ലേ? അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏലത്തോട്ടക്കാർ ഇത് വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഏലത്തോട്ടത്തിൽ വെക്കാൻ. ഇതിന് കാതലുണ്ടോ ഈ മരത്തിന്? കാതലുണ്ടല്ലേ? ഫർണിച്ചറിന് ഉപയോഗിക്കുന്ന. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് സമയങ്ങളിലാണ് ഇത് പഴമായി കഴിയുമ്പോൾ താഴേക്ക് പോരുന്നത്? നമ്മുടെ കേരളത്തിൽ കാലാവസ്ഥ അനുസരിച്ച് ഒരു ജൂലൈ മാസം, ജൂൺ ജൂലൈയിലാണ് പഴം ഉണ്ടാകുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം 4 വട്ടം കൊല്ലത്തിൽ പല പ്രാവശ്യമായിട്ട് ഈ മരത്തിലുണ്ടാകുന്നുണ്ട്. എല്ലാ മരത്തിലും ഉണ്ടാകുകയില്ല കേട്ടോ.
അതെ അല്ലേ, അത് തന്നെ വലിയൊരു ഒരു സവിശേഷതയാണ്, വലിയൊരു ഭാഗ്യമെന്ന് പറയാം അല്ലേ. സാധാരണ ഞാൻ 2-3 തോട്ടങ്ങളിൽ കൂടെ പോയിട്ട് അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീസണിൽ മാത്രം, അതായത് ഒരു ഫെബ്രുവരി മാസത്തിൽ പൂത്തിട്ട് ഈ ഒരു ജൂലൈയോടുകൂടി അത് കംപ്ലീറ്റ് ആകുന്ന പഴമാകുന്ന ഒരു തോട്ടങ്ങളാണ് ഞാൻ കണ്ടത്. ഇതേക്കൂടെയൊക്കെ ഈ ചോട്ടിക്കൂടെയൊക്കെ ഇത് ഈ ഏരത്തെക്കൂടെയൊക്കെ ഉണ്ടായി കായ്ച്ചു കഴിഞ്ഞാണോ? അത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഏറ്റവും മുകളിലാണ് പൂത്തിരിക്കുന്നത്, അത് മാറി മാറി ഉണ്ടാവും. ഈ ഒരു മരത്തേന്ന് ഒരു 10 മീറ്റർ വരെ നീളത്തിൽ ശാഖകൾ നീണ്ടു പോകും അല്ലേ? മൊത്തം ഒരു 40 അടി കൂട്ടം, അടിക്കണക്കിനാണെങ്കിൽ 40 അടി അല്ലേ? 20 അടി. നടുമ്പ് ആണെങ്കിൽ എത്ര അടി അകലത്തിന് നടാനാണ്? 40 അടി അകലത്തിലും വെക്കണം. 40 അടി അകലത്തിന് വെക്കണം. അങ്ങനെ ചീക്ക കാര്യങ്ങളൊക്കെ ഇതിന് കുറവല്ലേ? ഇതുവരെ ഒന്നുമില്ല, ഒരു മരുന്നൊന്നും അടിക്കുന്നില്ല. ഇതിന് വളപ്രയോഗം എങ്ങനെയാ? കാര്യമായിട്ട് വളമൊന്നും ഇതുവരെ ഞാൻ ഇട്ടില്ല. ഇപ്പോൾ 2-3 വർഷമായുള്ളൂ ഞാൻ തോട്ടമായിട്ട് വേറെ വയ്ക്കാൻ തുടങ്ങിയതിൻ്റെ ലാഭം കണക്കാക്കിയിട്ട്. അപ്പോൾ അന്നേരം കുറച്ച് ഒരു ചാക്കോ 2 ചാക്കോ ആട്ടും കാട്ടവും പിന്നെ കുറച്ച് എല്ലുപൊടിയൊക്കെ ഇടാറുണ്ട്. ഇതിനു മുമ്പ് ഒന്നും ചെയ്തിട്ടില്ല. രാസവളം അങ്ങനെ ഇട്ടിട്ടില്ല? രാസവളം ഇടാറില്ല, ഇതിൻ്റെ ആവശ്യം. ചോടൊക്കെ വളരെ ഭംഗിയായിട്ട് ഇതേ കാണുന്നതാണ്, ഭംഗിയായിട്ട് തെളിച്ച്. അപ്പോൾ ഇത് ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത് പഴം ഏത് സമയത്താണ് വീഴുന്നത്? അങ്ങനെ വല്ലതും ഉണ്ടോ? ഞെട്ടറ്റ് വീഴുന്നത് മുകളിൽ നിന്ന്? മൂപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞെട്ടറ്റ് വീഴും, എപ്പോൾ വേണമെങ്കിലും, ഏത് സമയത്ത്. ഇപ്പം വേണേലും മുകളിൽ നിന്ന് പോരാ, പിന്നെ സമയമൊന്നും ഇല്ല. സാറ് മാമ്പഴമൊക്കെ ആണെങ്കിൽ രാവിലെ പകലൊക്കെ കൂടുതലും രാത്രിയാണ് വീഴുന്നത്. എന്താണെന്നറിയില്ല, കൂടുതലും രാത്രികളാണ് വീഴുന്നത്. അപ്പോൾ ഇത് 1.5 കിലോയുള്ള സാധനം 3 കിലോകളൊക്കെ ഇല്ലേ? വളരെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു 200-800 3 കഷ്ടി വരും, അതിൽ കൂടുതലാവില്ല. 3 കിലോ ഉള്ളത് മുകളിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ ശരിക്കും ഹെൽമെറ്റ് വെച്ചുകൊണ്ട് തന്നെ ചൂട്ടി പഴം പറിക്കാനായിട്ട് വന്നു അല്ലേ? അത് വേണ്ടി വരും. ഇത് പഴം നിലത്ത് ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ഡാമേജ് കാര്യങ്ങളോ അങ്ങനെ വല്ലതും ഉണ്ടാകുന്നുണ്ടോ? സാധാരണ ഇതിലൊന്നും വരില്ല. പിന്നെ വല്ല കല്ലിലേക്കൊക്കെ വീണാണെങ്കിൽ ആ സൈഡ് മാത്രം, അതിൻ്റെ തൊണ്ട് വളരെ ഹാർഡാണ്. അതുപോലെ ഷീൽഡ് അതുപോലെ തന്നെ ദൈവത്തിന്റെ കലാസൃഷ്ടി തന്നെയല്ലേ? നിലത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല. നിലത്ത് വീണാൽ ആ മുള്ളൊന്ന് പയ്യെ ചതയൂന്ന് മാത്രമേ ഉള്ളൂ. വല്ല കല്ലിലൊക്കെ വീണ് കഴിഞ്ഞാൽ. ഇപ്പോൾ ഒരു മാമ്പഴമാണെങ്കിൽ താഴേക്ക് പോകുന്നു വിചാരിക്കുക, അല്ലെങ്കിൽ റംബൂട്ടാനാണെങ്കിലും താഴേക്ക് പോന്നു കഴിഞ്ഞാൽ ചതവ് കാര്യങ്ങൾ പെട്ടെന്ന് ഡാമേജ് ആകും. കാരണം നിലത്ത് ചാടിക്കാതെയാണല്ലോ റംബൂട്ടാനൊക്കെ നമ്മൾ പറിച്ചെടുക്കുന്നത്. ഇത് അങ്ങനെ കുഴപ്പമില്ല. പിന്നെ ആ വിഷയമല്ല. പിന്നെ വേറെ കാര്യമുള്ളത്, ഇപ്പം നമ്മൾ ഒരുമിച്ച് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തമിഴന്മാർക്ക് വളരെ ഇഷ്ടമാണ്. തമിഴ്നാട്ടിൽ ഇപ്പോൾ വലിയ ഡിമാൻഡ് ഉണ്ട്. അവർ വന്നിട്ട് എന്ത് ചെയ്യുക, പഴം മൂപ്പായി തുടങ്ങുമ്പോഴത്തേക്ക് എല്ലാം അവർ തോട്ടി മുകളിൽ കയറിയിട്ട് പറിച്ചു കൊണ്ടുപോകും. ഉപ്പ് കാലഘട്ടം ഒന്ന് പറയാവോ? മുപ്പ് കാലപ്പെട്ട് 4 മാസം വരെ, അത് പൂ ഉണ്ടായി കഴിഞ്ഞാൽ 4 മാസം വരെ മാക്സിമം. ഇപ്പം ഈ ജാതിക്കൊക്കെ ആണെങ്കിൽ നമ്മളെ, അതായത് ഇത് വിണ്ട് കീറുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ പറിച്ച് സൂക്ഷിക്കുന്നത്. ചില സ്ഥലങ്ങളിലേക്കൊക്കെ ഈ വവ്വാവിൻ്റെ ശല്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം ഏകദേശം മൂപ്പായി കഴിയുമ്പോഴത്തേനും അതുപോലെ തന്നെ ഇത് പറിക്കാവോന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിന് വവ്വാലോ മറ്റോ ഒരു പക്ഷികൾ ഇത് കഴിക്കില്ല. കാരണം ഇതിൻ്റെ മൂപ്പായി വരുമ്പോൾ ഇതിന് മുള്ളുണ്ടാവും. ആ മുള്ളുള്ളതിൻ്റെ പേരിൽ വവ്വാലോ വേറെ ഒന്നും വന്ന് മരപ്പെട്ടി ഒന്നും തിന്നത്തില്ല. ഇത് മൂപ്പായി കഴിയുമ്പോൾ പറിച്ച് നമുക്ക് പഴുപ്പിക്കാനായിട്ട് നമുക്ക് വെക്കാൻ പറ്റുമോ? നമുക്കത് മൂപ്പാകുമ്പോൾ പറിക്കാന്നുണ്ടെങ്കിൽ 8 ദിവസം മുതൽ 10 ദിവസം വരെ വയ്ക്കാം. മരത്തിൽ കയറി പറിക്കുകയാണെങ്കിൽ. താഴെ വീഴുന്നതാണെങ്കിൽ ഒരു 4 ദിവസം 5 ദിവസം വരെ ഇരിക്കും. അത് തന്നെ വലിയൊരു സൗകര്യമാണല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിൽ വെക്കണം. നമ്മൾ എത്ര നാൾ സൂക്ഷിക്കാൻ പറ്റും ഈ പഴം? എത്ര നാൾ കേട് കൂടാതിരിക്കാൻ പറ്റും? അത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറേ നാളിരിക്കും. ഞങ്ങളത് എന്താ ചെയ്യുന്ന വെച്ചാൽ അതിൻ്റെ അങ്ങനെ വെക്കേണ്ട വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പൾപ്പ് എടുത്തിട്ട് ഫ്രീസറിൽ വെച്ചാൽ 1 കൊല്ലം വരെ ഇരിക്കും. 1 കൊല്ലം വരെ ഇരിക്കും. പൾപ്പ് എടുക്കുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ വോളിയം കുറയുമല്ലോ. ഒരു 2 കിലോ ഉള്ള ഒരു ദുരിയാമ്പഴത്തിൽ എത്ര സീഡ് കാണും? അത് പല വിധത്തിലാണ്. ചിലതിൽ സീഡ് കൂടുതലുണ്ടാകും, ചിലത് കുറയും. ഇത്രയും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ആണെങ്കിലോ? ഇതിൻ്റെ ആണെങ്കിൽ ഒരു ശരാശരി ഒരു 4 എണ്ണം 5 എണ്ണം മാക്സിമം കിട്ടുള്ളൂ. 5 സീഡല്ലേ? പല മരങ്ങളിലും പല വിധത്തിൽ. അതുകൂടി ഒത്തിരി വെറൈറ്റി ഉണ്ട്, ഒത്തിരി ടൈപ്പ് ഉണ്ട്. ഇതിലിപ്പോൾ ഏകദേശം എത്ര കായ കാണും ഒരു കണക്കിന് പറയുകയാണെങ്കിൽ? മൂത്ത കായ ഒരു 60 എണ്ണെങ്കിലും കാണും. 60 എണ്ണമെങ്കിലും ഉണ്ടല്ലേ? വീണുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും മുകളിൽ ഇതിൻ്റെ പൂമട്ട് അടുത്ത പൂമട്ട് ഉണ്ടായി തുടങ്ങിയല്ലേ? ഇത് ഒരു ഏരത്തേൽ 5-6 ഒക്കെ പിടിക്കുമല്ലേ ഇതിൽ? 10-20 എണ്ണം വരെയൊക്കെ പിടിക്കും. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ വലിയ ഉണക്ക് വന്നില്ലേ കൊല്ലം, അതുകൊണ്ടാണ് ഇത്തിരി കുറവ്. ഈ ഉണക്കൊന്നും ഇതേ ബാധിച്ചിട്ട് നനയൊന്നും ഇല്ലല്ലോ അതിന്റെ ചോട്ടിൽ? അങ്ങനെ ജാതി നനയ്ക്കുന്ന സമയത്ത് നനയ്ക്കും. ജാതി നനയ്ക്കുന്ന സമയത്ത് നനയ്ക്കും അല്ലേ? പഴത്തിന് ആവശ്യക്കാര് നമ്മളെ തേടി വരാറുണ്ടോ? ധാരാളം. എനിക്ക് എൻ്റെ വീട്ടിലേക്ക് മിനിമം ഒരു 10 മരം വേണമെങ്കിലും വേണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും കുഞ്ഞുമക്കളും കൂടി കഴിക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് 1 വേണം.
ഒരെണ്ണം വേണം. അപ്പോൾ കൂടുതൽ കിട്ടുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പൾപ്പ് എടുത്ത് ഞാൻ ഫ്രീസറിൽ വെച്ചിരിക്കും. ഷുഗറും പ്രഷറും ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് കഴിക്കാൻ പറ്റും. കഴിക്കാം. എൻ്റെ വീട്ടിൽ ഷുഗറും പ്രഷറും ഉള്ള പാർട്ടിയുണ്ട്, അവർ കഴിക്കുന്നുണ്ട്. കഴിക്കാൻ ഈ ഷുഗറുള്ള ആൾക്കാർ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ ഇതിൻ്റെ വേരിയേഷൻ കുറയുമോ? അതിനെക്കുറിച്ച് നമ്മൾ സ്റ്റഡി നടത്തിയിട്ടില്ല. പക്ഷേ ഷുഗറുള്ള ആൾക്ക് കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. കൂടത്തില്ല, ഷുഗർ കൂടത്തില്ല. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും കഴിക്കാമെന്നാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാം എന്നുള്ളതാണല്ലേ. ഇത് നടീരീതി എന്ന് പറയാമോ ഇതിൻ്റെ? ഇത് സീഡ് തൈ ഉണ്ടാക്കി നടാം. പിന്നെ നമ്മൾ സീഡിൽ തൈ ഉണ്ടാക്കിയിട്ട് അതിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്, ബഡ് ചെയ്യുന്നുണ്ട്. രണ്ട് തരത്തിലും ചെയ്യാം. എയർ ലെയറിങ് പോസിബിൾ ആണ്, പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ നമുക്കത് ഒത്തിരി കമ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും അല്ലേ മരത്തിൻ്റെ. അതെ, അതും ഗുണകരമാണല്ലേ അത് ചെയ്യാൻ വേണ്ടി. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതിന് തായ്വേരുണ്ടാവില്ല. തായ്വേരുണ്ടാകത്തില്ല. ഇത് വൻ വൃക്ഷമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തായ്വേരില്ലെങ്കിൽ കാറ്റ് വരുമ്പോൾ മറിയാൻ സാധ്യതയുണ്ട്. ഒരു ഭാവ്യ തയ്യൽ ഗ്രാഫ്റ്റ് ചെയ്യലാണ് കൂടുതലും ചെയ്യുന്നല്ലേ. അപ്പോൾ ഇതിൻ്റെ വർഗ്ഗഗുണങ്ങൾ തന്നെ കിട്ടുകയും ചെയ്യും അല്ലേ. അതെ. ബെഡിങ് ഒക്കെ അറിയാവോ? ബെഡിങ്ങും ഗ്രാഫ്റ്റിംഗ് ഒക്കെ അറിയാവോ? നമ്മൾ തന്നെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന തൈകളാണോ ഈ തോട്ടത്തിൽ കൂടെ നടുന്നേ? അല്ല, ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ പണിക്കാരെ വെച്ച് വയ്ക്കും. ഇപ്പം എത്ര മരങ്ങളുണ്ട് മൊത്തത്തിൽ? മരം ഞാനൊരു 100 വെച്ചിട്ടുണ്ട്. 100 മരം. ഇപ്പം കായ്ക്കുന്നതായിട്ട് എത്ര മരമുണ്ട്? കായ്ക്കുന്നത് 8-10 മരമുണ്ട് അല്ലേ എല്ലാം. അപ്പം ആവശ്യക്കാർ തികയത്തില്ല. ആവശ്യം എത്ര ഉണ്ടായാലും ഇതിന് വില കുറയുന്നതോ ഒന്നും വിഷയമില്ല. ഇഷ്ടംപോലെ ഡിമാൻഡ് ഉണ്ട്. ഇപ്പോൾ ഇതിന് 1 കിലോയ്ക്ക് എന്നാ വിലയുണ്ട്? 1 കിലോയ്ക്ക് ഞങ്ങളൊക്കെ കൊടുക്കുന്ന 500 രൂപയ്ക്ക്. പക്ഷെ എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മളുടെ ഫ്രണ്ട് സർക്കിളിനും അതുപോലെ തന്നെ ഈ തൈ വാങ്ങിക്കാൻ വരുന്ന ഒരു ടേസ്റ്റ് അറിയാൻ കൊടുക്കും. എൻ്റെ വീട്ടിലെല്ലാവരും ഉപയോഗിക്കും. രോഗികളായിട്ട് വന്നിട്ടുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. ഈ വന്ധ്യതയ്ക്ക് ഇതൊരു ഔഷധമാണ്. അതെ അല്ലേ. എത്ര ടൈപ്പ് ഉണ്ട്? ഒത്തിരി ടൈപ്പ് ഉണ്ട്. നല്ല നാട്ടിലെ മാവ് പോലെ ഒത്തിരി ടൈപ്പ് ഉണ്ട്. മലേഷ്യയിൽ ഇതെങ്ങാണ്ട് 400 ടൈപ്പായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്ലാവനം പോലെയും മാവനം പോലെയൊക്കെ തന്നെ ദുരിയാൻ ഒത്തിരി ടൈപ്പ് ഉണ്ടല്ലേ. അതിൽ ഉരുത്തിരിഞ്ഞ് വന്ന ഒരെണ്ണമാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഓട്ടം വളർച്ചയുള്ള മരമാണ്. നേരത്തെ പറഞ്ഞില്ലേ, ഈ സീഡ് തൈ കൊണ്ടുപോയിട്ട് ആളുകൾ ഏലത്തോട്ടത്തിൽ വെക്കുന്നുണ്ട്. പിന്നെ എത്ര മലയിൽ നട്ടാലും മറിഞ്ഞു വീഴത്തില്ല. തായ്വേരുണ്ട്, ധാരാളം കണ്ടിട്ട് ഈ വൃക്ഷത്തിന്റെ വളർച്ചയും ഈ തായ് ഏരങ്ങളുടെ വളർച്ചയും കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ശിഖരത്തിന്റെ വിസ്തീർണമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ മരങ്ങൾ തന്നെ നടുവാന്ന് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. വേറെ കൂട്ടുകൃഷിക്കകത്തേക്ക് പോകാതിരിക്കുന്നതല്ലേ. തുടക്കത്തിൽ വേണമെങ്കിൽ കൂട്ടുകൃഷിയായിട്ട് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ ഒത്തിരി ദൂരം വരുന്നതുകൊണ്ട് ഇടയ്ക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും കൃഷി ചെയ്യാം. ഈ മരം വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ മരം ഓട്ടോമാറ്റിക്കായിട്ട് നശിച്ചു പോകണം. കാരണം ഇത് ഒത്തിരി ഉയരം വരുന്നതാണല്ലോ. അപ്പോൾ ഈ മരത്തിൻ്റെ ഷെയ്ഡും കൊണ്ട് മറ്റേ മരം നശിച്ചു പോകും. അതായത് നീർവാർച്ചയുള്ള സ്ഥലങ്ങളിൽ ഇത് കൃഷി ചെയ്യാനായിട്ട് പറ്റുമോ? നീർവാർച്ചയുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാനായിട്ട് പറ്റുമോ അല്ലേ. അപ്പം വെള്ളക്കെട്ടുള്ള, അതായത് ഈ ചതുപ്പായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ. ചതുപ്പായിട്ടെന്ന് പറഞ്ഞാൽ വെള്ളം ഉറക്കെട്ടുന്ന സ്ഥലം പറ്റില്ല. പാടം പോലത്തെ സ്ഥലമാണെങ്കിൽ ചാലിട്ടാൽ മതി. വെള്ളച്ചാലിട്ടാൽ 1 മീറ്റർ 2 മീറ്റർ താഴെ കാന വെള്ളം 1 മീറ്റർ കൊണ്ട് ഒരു 60 സെന്റിമീറ്റർ 2 അടിയിൽ വെള്ളത്തിന്റെ ചാലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോ പ്രോബ്ലം, കുഴപ്പമില്ല. അങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് സ്ഥലങ്ങൾ. വേര് ചീഞ്ഞൊന്നും പോകത്തില്ല. ഇല്ല. അപ്പം ഏത് സ്ഥലങ്ങളിലും ഇന്ന സ്ഥലങ്ങളൊന്നുമില്ല, ഏത് സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ പറ്റുമല്ലേ. പാടത്തും ചെയ്യാം, പറമ്പിലും ചെയ്യാം. ഏറ്റവും വലിയ മലയുടെ മുകളിലും ചെയ്യാം. മലയുടെ മുകളിലും ചെയ്യാം അല്ലേ. നട്ട് കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞപ്പോഴത്തേന് ഇത് കായ്ച്ചു? ഒരു 6 വർഷം കഴിഞ്ഞപ്പോൾ മുതൽ കായ്ച്ചു. 6 വർഷം കഴിഞ്ഞ് അന്ന് ആദ്യം എത്ര കായ കിട്ടി? ഞാൻ ഗൾഫിലായിരുന്നല്ലേ. എന്നാലും നിറച്ച് കായ്ച്ചു. അപ്പോൾ ഉണ്ടായി പിന്നെ ഓരോ വർഷങ്ങളും കാ കൂടി വരും. ഇപ്പം ഞാൻ അവിടെ നിർത്തി വന്നിട്ട് ഇപ്പോൾ എത്രയാണ് 6 വർഷമാവണം. ജാതി മരം വെട്ടിക്കൊണ്ട് ഇത് വെച്ചോണ്ടിരിക്കുകയാണ്. അതെ അല്ലേ. ജാതി ഇപ്പം വെട്ടി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെട്ടി കാണിച്ചു തരാം, അവിടെ പറമ്പിൽ കാണിച്ചു തരാം. ജാതി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതെ അല്ലേ. ഓക്കെ. ഇത് കളഞ്ഞിട്ട് ഇതിലേക്ക് മാറാനാണ്, പൂർണ്ണമായിട്ട് ഇതിലേക്ക് മാറാനായിട്ട്. കാരണം നമ്മുടെ അനുഭവത്തിൽ നിന്നാണല്ലോ. അനുഭവം തന്നെയാണല്ലോ ഗുരു. ജാതി എത്ര ഉണ്ടാക്കിയാലും നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കണം. നമുക്ക് ഇതിനെ സംബന്ധിച്ചിടത്തോളം നല്ല വിലയുണ്ടെന്ന് മാത്രമല്ല, ആരും അന്വേഷിച്ച് നടക്കേണ്ട, നമ്മുടെ വീട്ടിൽ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വെക്കോളും. പോഷക സമൃദ്ധമാണ്. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് വിശപ്പിന് കഴിക്കാനും പറ്റും, വീട്ടിൽ കുഞ്ഞുമക്കൾക്ക് വരെ. അതെ. ജാതിക്കാണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. ഇല്ല. വാനിലോ കൊക്കൊക്കെ നമ്മുടെ കൃഷിക്കാർ ഒരുപാട് ചെയ്തിട്ട് അതിൽ വളരെ പരാജയം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംശയങ്ങളാണ്. ഒന്ന്, ഇത് വച്ചു കഴിഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞാൽ അത് കായ്ക്കും. രണ്ടാമത് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇത് എവിടെ വിൽക്കും, എന്ത് വില കിട്ടും. ഇത് പഴം താഴെ വീണിട്ട് 2-3 ദിവസമായതാണ് കേട്ടോ. എവിടെയാ കുത്തിച്ചാടിയത്? എവിടെയായിട്ടാണ്? ഈ ഭാഗമായിട്ടാണ് വീണത്. അതിന്റെയാണ് ചെറിയൊരു കളർ മാറ്റം. അറിയാനൊന്നും ഇല്ലല്ലേ. ഇല്ല, അകത്ത് വിഷയമൊന്നും ഉണ്ടാവില്ല. ഇത് എന്തേലും ഹൈറ്റിൽ നിന്ന് പോകുന്നത്? ഒരു എത്രയാണ്
ഒരു 40 അടിയെങ്കിലും ഹൈറ്റിൽ നിന്ന് പോകുന്നുണ്ടാവും. 40 അടി ഹൈറ്റിൽ നിന്ന് പോകുന്ന പഴമാണ് അല്ലേ? 40 അടി ഹൈറ്റിൽ നിന്ന് പോകുന്ന ദുരിയാൻ പഴം. അതെ. ഒരു 4 ദിവസമായി അപ്പോഴത്തേക്കും ഇതിനൊരു പൊട്ട് വീണുണ്ടോ. അപ്പോൾ ഇതുകൊണ്ട് പൊട്ടിക്കാൻ എളുപ്പമുണ്ട്. എവിടെ നിന്ന് കത്തി വെച്ച് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം പൊട്ടിച്ചെടുക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് പൊട്ടിക്കുന്നതല്ലേ? അതെ, വലിയ കത്തി ഉണ്ടായെങ്കിൽ എളുപ്പമായിരുന്നു. ഇതിന് മുള്ളൊക്കെ നല്ല ഹാർഡാ അല്ലേ? മുള്ള് ഹാർഡാണ്. ഗ്ലൗസ് ഒക്കെ വേണ്ടതാണ് ഇതിന്. ഗ്ലൗസ് എടുത്തില്ലായിരുന്നു. അകത്ത് ഇങ്ങനെയാണ് കമ്പാർട്ട്മെന്റ് ആയിട്ട്. ഓരോ ലെയർ ആയിട്ടാവനെ അല്ലേ? ഈ പഴത്തിന് എത്ര കിലോ തൂക്കമുണ്ട്? അത് നമ്മൾ തൂക്കാൻ മറന്നുപോയി കേട്ടോ. ഇവിടെ ക്ലാസ് ഉണ്ടായിരുന്നു. എന്നാലും 2 കിലോ മുകളിലുണ്ടല്ലേ? 2 കിലോ ഉണ്ടാവില്ല, ഒരു 1,800 ഉണ്ടാവും. 1,800 അല്ലേ? ഈ ചക്കപ്പഴത്തിന്റെ ഒരു സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. ഈ ദുരിയാമ്പഴത്തിന് സ്മെല്ലുണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് ചുമ്മാ പറയുന്നതല്ലേ? അങ്ങനെ സംഭവം ഇല്ലല്ലോ. കുറച്ച് കൂടുതൽ സ്മെല്ലുണ്ട്, പക്ഷേ ഇത് സ്മെല്ല് കുറഞ്ഞതാ. സ്മെല്ല് കുറഞ്ഞതല്ലേ? സ്മെല്ല് കുറഞ്ഞത്. ഈ ചക്കയ്ക്ക്, ഇതിന്റെ ദുരിയാന്റെ ചക്കയ്ക്ക് ഭയങ്കര സ്മെല്ലാണ്, വീട്ടിൽ സൂക്ഷിക്കാൻ മേല അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ലേ? ഒട്ടും അങ്ങനെ ഇല്ല, അങ്ങനെ സംഭവം ഇല്ല. പല രീതിയിൽ ആൾക്കാർ പറഞ്ഞു പേടിപ്പിക്കും അല്ലേ? ഇതിനെല്ലാം സീഡുള്ളതാണോ? അതിനെല്ലാത്തിലും സീഡുണ്ട്. അതല്ലേ? അപ്പം 4 എണ്ണം സീഡുള്ള കിട്ടി, പകുതി കട്ട് ചെയ്തിട്ട്. എടുത്തിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാം, ഒരു കൊല്ലം വരെ ഇരിക്കും. അതല്ലേ? ഫ്ലഷ് എടുത്തിട്ട് നിങ്ങൾ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ്. അതങ്ങനെ പഴത്തോടുകൂടി, ഫുൾ പഴത്തോടുകൂടി. അതല്ലേ? കഴിച്ചു നോക്കി.